നമസ്കാരം. ടൂറിസ്റ്റ് സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ വലയുന്നത് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരാണ്. വിസ എടുക്കാൻ സാധിക്കാതെ വരുന്നതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുകയാണ്. ഇന്ത്യയിൽ നിന്ന് UAE-യിലെത്തുന്ന യാത്രക്കാർക്കും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഏജന്റുമാർക്കും സാമ്പത്തികമായി വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ 1 മുതൽ 2% വരെയാണ് വിസ നിഷേധിക്കുന്നതെങ്കിൽ പുതിയ നിയമം കാരണം 5 മുതൽ 6% വരെ വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്ന യാത്രക്കാർ പോലും പുതിയ നിയമങ്ങൾ കാരണം വിസ അംഗീകരിച്ച് കിട്ടാൻ പാടുപെടുകയാണ്. വിസ നിഷേധിക്കുന്നതിനെ തുടർന്ന് അപേക്ഷാ ഫീസ് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഇതോടൊപ്പം ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിന്റെ അടക്കമുള്ള തുകയാണ്. അതുകൊണ്ട് തന്നെ വൻ നഷ്ടമാണ് യാത്രക്കാർ നേരിടുന്നത്. UAE-യിൽ വിസിറ്റിംഗ് വിസ എടുത്ത് വരുന്നവർക്കുള്ള നിയമങ്ങളിൽ അടുത്തിടെയാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പുതിയ നിയമപ്രകാരം UAE-യിലേക്ക് സന്ദർശക വിസയിൽ എത്തുന്നവർ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിന്റെ രേഖകൾ, തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ട വിമാന ടിക്കറ്റ്, ബന്ധുക്കളുടെ വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ അതിന്റെ രേഖകൾ എന്നിവ കയ്യിൽ കരുതണം. എന്നാൽ ഭൂരിഭാഗം പേർക്കും ഇതേക്കുറിച്ച് കൃത്യമായ അറിവില്ല. ഇതേ തുടർന്നാണ് പലരും വിമാനത്താവളങ്ങളിൽ നിന്ന് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഈ രേഖകളൊന്നും കൈവശമില്ലാത്തവർക്ക് വിസ നൽകാൻ UAE തയ്യാറാകുന്നില്ല. ഇനി സന്ദർശക വിസയിൽ UAE വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ആദ്യത്തേത് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. സന്ദർശനത്തിന് ശേഷം UAE വിടാനുള്ള തങ്ങളുടെ ഉദ്ദേശം കാണിക്കാൻ വിനോദസഞ്ചാരികൾ അവരുടെ സ്ഥിരീകരിച്ച റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഒരു പകർപ്പ് കയ്യിൽ കരുതണം. നേരത്തെ വിമാനത്താവളങ്ങളിൽ അധികൃതർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇത് കാണിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തേത് താമസിക്കാനുള്ള സൗകര്യത്തിന്റെ കാര്യത്തിലാണ്. സന്ദർശക വിസയിൽ UAE-യിൽ എത്തുന്നവർ തങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ മുറിയുടെ രേഖകൾ കയ്യിൽ കരുതണം. ഇനി ബന്ധുക്കളുടെ വീടുകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കയ്യിലുണ്ടാകണം. ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് ഈ വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ QR കോഡ് അടക്കമുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റിന്റെ പകർപ്പും കൂടി സമർപ്പിക്കണം. അല്ലാത്തപക്ഷം വിസ നടപടികൾ വൈകിയേക്കും. ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ നിരവധി മലയാളികളുടെ വിസ അപേക്ഷകൾ ഇപ്പോഴും പ്രോസസ് ചെയ്തിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസർമാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഈ രേഖകൾ യാത്രക്കാർ ഹാജരാക്കിയാൽ മതിയായിരുന്നു. വിസിറ്റ് വിസയുടെ ദുരുപയോഗം തടയുന്നതിനും വിസ കാലാവധി കഴിഞ്ഞ ശേഷം ഇവർ രാജ്യത്ത് തങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് പുതിയ നിബന്ധനകൾ. ഇനി മൂന്നാമത്തേത് സാമ്പത്തിക സ്രോതസ്സാണ്. അപേക്ഷകർ UAE-യിൽ തങ്ങുന്ന കാലയളവിൽ ആവശ്യമായ സാമ്പത്തിക ചെലവുകൾ വഹിക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിക്കണം. യാത്രക്കിടെയുള്ള ചെലവിന് ആവശ്യമായ പണം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. കൂടാതെ അപേക്ഷകൻ തന്റെ ക്രെഡിറ്റോ ഡെബിറ്റോ കാർഡിൽ നിന്ന് 2 മാസത്തെ വിസയ്ക്ക് 5000 ദിർഹവും 3 മാസത്തെ വിസയ്ക്ക് 3000 ദിർഹവും കാണിക്കണം. ഇതിന്റെ തെളിവിനായി അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ കയ്യിൽ കരുതണം. അല്ലെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. സന്ദർശക വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് UAE നിയമങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത്. എമിഗ്രേഷൻ വകുപ്പ് ഇത് സംബന്ധിച്ച് ട്രാവൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിസിറ്റ് വിസ ആവശ്യകതകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പല അപേക്ഷകർക്കും കൃത്യമായ ധാരണയില്ല. ഇത് കാലതാമസത്തിനും ആശയക്കുഴപ്പത്തിനും കാരണമാകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.